ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബാലൻ എന്ന സിനിമയെക്കുറിച്ചിട്ടാണ്. ബാലൻ ചിദംബരം സംവിധാനം ചെയ്ത്, ജിത്തു മാധവൻ എഴുതി, ഷൈജു കാലത്ത് ക്യാമറ നൽകി, മ്യൂസിക് സുഷിതാമൻ, എഡിറ്റർ വിവേകർശൻ, പ്രൊഡക്ഷൻ ആർട്ട് ഡയറക്ടർ അജയൻ ചല്ലിശ്ശേരി. അങ്ങനെ ഒരു ഗംഭീര കാസ്റ്റ് തന്നെ ഈ പടത്തിലുണ്ട്. അത് തന്നെയാണ് ഈ പടം. പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തന്നെ ഈ പടം ഒരു മാസ്റ്റർ പീസ് ആയിരിക്കുമെന്ന് പലവരും ഊഹിച്ച പടം. അതേപോലെ തന്നെ അത് നടന്നു. ജിത്തു മാധവന് നമ്മളൊരു രോമാഞ്ചം, ആവേശം, പൈങ്കിളി. പൈങ്കിളി എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുള്ളി ആവേശവും രോമാഞ്ചവും ഒക്കെ നല്ല കഥയായിരുന്നു. അങ്ങനെ ഒരു ബാംഗ്ലൂർ ടച്ചുള്ള പുള്ളിയുടെ കയ്യിൽ നിന്ന് ഇതേപോലെ ഒരു കഥ ആരും പ്രതീക്ഷിച്ചില്ല. അതേപോലെ തന്നെ ചിദംബരം മഞ്ഞുമല്ലായിക്കോട്ടെ, ഇപ്പം ബാലനിലായിക്കോട്ടെ, ക്ലൈമാക്സിൽ ഓഡിയൻസിന് ഒരു സാധനം കിട്ടും. അത് കണ്ടവർക്ക് മനസ്സിലാവും. അതിനകത്ത് അമ്മാതി ഒരു ഫീലായിരുന്നു അത്. ഈ പടത്തിൻ്റെ ക്ലൈമാക്സ്, സുഷിൻ ശ്യാമും എഡിറ്റർ, സിനിമാട്ടോഗ്രാഫർ ഷൈജു കാലത്ത് എല്ലാവരും കത്തിക്കായിരുന്നു. ലിറ്ററലി നമുക്ക് ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് എത്തുമ്പോൾ മനസ്സിലാവും ഏതാണ് ഇതാണ് സിനിമ. എനിക്ക് ആ സമയത്ത് ഒരു ഓഡിയൻസിന് ഫീൽ ഉണ്ടാവും. എന്നുവെച്ചാൽ ഒരു ഓഡിയൻസിന് ഈ ഫീൽ ഉണ്ടെങ്കിൽ ആ ഓഡിയൻസ് ഈ ഫീൽ ഉണ്ടാക്കുന്നത് താനാണെന്ന് പറഞ്ഞാൽ ഡയറക്ടറിന് എത്രത്തോളം ഫീൽ ഉണ്ടാവും. അമ്മാതിരി ഒരു ഫീലായിരുന്നു ഈ പടത്തിൽ. മോസ്റ്റ്ലി എല്ലാവരും പുതുമുഖങ്ങളാണ്. ബാലൻ എന്ന് പറഞ്ഞ പയ്യനായിക്കോട്ടെ, അവൻ്റെ അമ്മ ഫർസാന, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അതേപോലെ ഇതിലൊരു വയസ്സായ അമ്മൂമ്മ ഉണ്ട്, പുള്ളിക്കാരത്തി. പിന്നെ നമ്മുടെ ലാലിൻ്റെ മോനൊക്കെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. എല്ലായിടത്തും ഈ അമ്മ മകൻ കോമ്പിനേഷൻ നല്ലതായിരുന്നു. വെച്ചാൽ അമ്മയും മകനും നമുക്ക് പെട്ടെന്ന് ഉള്ളിൽ കയറും. അത് അതേപോലെ തന്നെ ആ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് അവർ. പിന്നെ ഇതിൽ ടോവിനോൻ്റെ കഥാപാത്രവും നന്നായിരുന്നു. പുള്ളി കുറച്ച് തടിക്കുകയൊക്കെ ചെയ്തിട്ടാണെങ്കിൽ, എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്തിട്ടാണോ അല്ല, പടത്തിന് വേണ്ടി ഈ പുള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ 100% റെസ്പെക്റ്റ് ചെയ്യുന്ന പുള്ളിയെ. കാരണം ടോവിനോയെ നിങ്ങൾക്കറിയാം, പുള്ളി അധികം ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. അത്രയും നന്നായി ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾ ഇങ്ങനെ തടിച്ചിട്ട് വരണമെങ്കിൽ ആ പുള്ളിക്ക് തിരിച്ച് അതേ ഫിറ്റ്നസ്സിലേക്ക് പോകാൻ നല്ല പണിയുണ്ട്. അപ്പോൾ ഇത് പുള്ളി ഒറിജിനലി ചെയ്തതാണെങ്കിൽ ഒരു ബിഗ് സല്യൂട്ട് ടോവിനോ. അതേപോലെ ഇതിൻ്റെ പുതുമുഖമായ കാസ്റ്റിംഗ് ഡയറക്ടറായ നമ്മുടെ ചിദംബരത്തിൻ്റെ അനിയൻ ഗണപതി ഗംഭീര കാസ്റ്റിംഗ്. മഞ്ഞുമ്മലായിക്കോട്ടെ, ഇതിലായിക്കോട്ടെ, പുള്ളി കാസ്റ്റിംഗ് പൊളിയായിരുന്നു. ലിറ്ററലി ഈ ക്യാരക്ടർ അല്ലാതെ വേറെ ആർക്കും ഈ ക്യാരക്ടർ കൊടുക്കാൻ കഴിയില്ല, അങ്ങനെയുള്ള രീതിയിലാണ് പുള്ളിയുടെ കാസ്റ്റിംഗ്. അതേപോലെ ഷൈജു കാലിത് നമ്മൾ ക്യാമറയിൽ സ്ക്രീനിൽ കുറച്ച് ഫ്രെയിംസൊക്കെ കാണുമ്പോൾ നമ്മൾ വാവുന്ന അടിക്കും. പക്ഷെ അപ്പോഴത്തെ ഞാൻ മനസ്സിലാവും ഷൈജു കാലിതാണ്, അറിയാലോ. അതേപോലെ എഡിറ്റിങ്, ചില ട്രാൻസിഷൻ സീനൊക്കെ ഉണ്ട്, അതൊക്കെ കാണുമ്പോൾ നമുക്ക് വാവുന്നു തോന്നും. പക്ഷേ നമ്മളെ മനസ്സിലുണ്ടാവും വാവ്, അറിയാലോ വിവേകാർശനാണ്. അങ്ങനെ അതേപോലെ ആർട്ട് ഡയറക്ടർ, ഒരു പഴയ വീടും പിന്നെ ഒരു വീട്, അത് 8 വർഷം കഴിഞ്ഞിട്ട് ആ വീട് പിന്നെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ 8 വർഷം കഴിഞ്ഞിട്ടുള്ള മാറ്റമൊക്കെ ആർട്ട് ഡയറക്ടർ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, എഡിറ്റിങ് പറഞ്ഞു, മ്യൂസിക് പറഞ്ഞു. ചിദംബരം നമ്മുടെ ഡയറക്ടർ, പുള്ളി എന്താ പറയുക, ഹാട്രിക് അടിച്ചു. ജാനേമൻ, മഞ്ഞുമ്മൽ, ബാലൻ. അയ്യോ, മഞ്ഞുമ്മൽ പോലെ ഇത് 300 കോടി 200 കോടി കിട്ടുമോയെന്നറിയില്ല. പക്ഷേ ഇതിനെ കൈവിടരുത്. അഥവാ ഇത് ക്ലിക്കായ സെയിം ആസ് മഞ്ഞുമ്മൽ കത്തും.